വെള്ളൂരിലെ കാഞ്ഞിരങ്ങാടൻ രാജഗോപാലൻ മാസ്റ്ററുടെ വസതിയിലെത്തിയാൽ നിങ്ങൾക്കൊരു ഏദൻ തോട്ടത്തിലെത്തിയ പ്രതീതിയുണ്ടാകും. 22 സെന്റ് സ്ഥലത്ത് ഏറെയും ഫലവർഗ്ഗങ്ങളാണ്. ബാക്കിയുള്ള സ്ഥലം പച്ചക്കറികളും കൈയടക്കിയിരിക്കുന്നു. വെള്ളൂരിലെ രാജഗോപാലൻ മാസ്റ്ററുടെ വസതിയുടെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ കുളിരാവരണം ചെയ്യുന്ന മാവുകൾ നമ്മെ സ്വാഗതം ചെയ്യും. മാമ്പഴക്കാലമായാൽ അതിൽ നിറയെ തേനൂറും മാങ്ങകളാണ്. മുന്നോട്ട് നീങ്ങുന്തോറും നാം ഒരു അത്ഭുത ലോകത്തെത്തും. ഒപ്പം ഇതൊക്കെ നമുക്കും ചെയ്യാവുന്നതാണല്ലോ എന്നോർത്ത് ലജ്ജ തോന്നുകയും ചെയ്യും. 22 സെന്റ് സ്ഥലത്ത് കായ്ച്ചു നിൽക്കുന്ന ഫലങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. മാങ്ങ, പപ്പായ, പേരക്ക, നാരങ്ങ, മാതള നാരങ്ങ, മാങ്കോസ്റ്റിൻ, റംബുട്ടാൻ, പാഷൻ ഫ്രൂട്ട്, സപ്പോട്ട നിര നീളുകയാണ്. പഴങ്ങൾക്ക് എല്ലാ കാലത്തും വിലയുണ്ടെന്നിരിക്കെയാണ് രാജഗോപാലൻ മാസ്റ്റർ പഴവർഗ്ഗങ്ങൾ സ്വന്തം മണ്ണിൽ വിളയിച്ചെടുക്കുന്നത്. വലിയ കാനുകളിൽ പലയിനം മാവുകളും ബോൺസായി രൂപത്തിൽ വളർത്തുന്നു. പഴങ്ങൾ മാത്രമല്ല, പച്ചക്കറികളും മാസ്റ്റർ ഇവിടെ കൃഷി ചെയ്യുന്നു. തക്കാളി, പച്ചമുളക്, കാന്താരി, കൈപ്പക്ക, വെണ്ട, ചീര നിര നീളുകയാണ്. പ്രത്യേക രീതിയിലുള്ള വളക്കൂട്ടുകളാണ് മാസ്റ്റർ ഇവയുടെയൊക്കെ വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനുമായി ഉപയോഗിക്കുന്നത്. മാതമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷമാണ് രാജഗോപാലൻ മാസ്റ്റർ കൃഷിയിൽ സജീവമാകുന്നത്. 22 സെൻറ്റാണ് എൻ്റെ ഈ പുരയിടത്തിലുള്ളത്. നമ്മുടെ നാട്ടിലും അതുപോലെ വിദേശത്തൊക്കെ വളരുന്ന ഒട്ടുമിക്ക ഫലവൃക്ഷ തൈകളും ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ വർഷം കായ്ച്ചു തുടങ്ങിയത് മാങ്കോസ്റ്റിനാണ്. സാധാരണയായിട്ട് നമ്മുടെ ഇവിടെ അപൂർവമായിട്ട് മാത്രമേ ഈ മാങ്കോസ്റ്റിൻ കായ്ക്കാറുള്ളൂ. ഞാൻ നട്ടിട്ട് ഏകദേശം 15 വർഷമായെങ്കിലും അത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു മോതിരവള ഇട്ട് കൊടുത്താൽ അത് കായ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മോതിരവള ഇട്ടപ്പോൾ നല്ല രീതിയിൽ നല്ല നിറച്ചും കായ്ഫലം തരുന്ന രീതിയിലാണ് ഇപ്രാവശ്യം കായ്ച്ചിട്ടുള്ളത്. ഭാര്യ പ്രസീതയും എല്ലാറ്റിനും സഹായിയായി ഒപ്പമുണ്ട്. യാത്രകളും പ്രിയതരമാണ്. മക്കൾ ഹരിത, ശ്രീരാഗ്. വരൂ, നിങ്ങൾക്കും സ്വാഗതം രാജഗോപാലൻ മാസ്റ്ററുടെ സ്വർഗരാജ്യത്തേക്ക്. ഒപ്പം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ പുതിയ പാഠങ്ങൾ പഠിക്കുകയുമാവാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.